സീറോ മലബാർ സഭയിൽ കുർബാനയുമായി ബന്ധപ്പെട്ട് മേജർ ആർച്ച് ബിഷപ്പ് പുറത്തിറക്കിയ സർക്കുലറിനെ ചൊല്ലി പ്രതിഷേധം ശക്തമാകും. സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ, ഇരിങ്ങാലക്കുട രൂപതകളിലെ വൈദികർ രംഗത്ത്. വരന്തരപ്പള്ളി കരയാമ്പാടം പാടശേഖരത്തിലെ കർഷകർക്ക് മുളയ്ക്കാത്ത വിത്ത് നൽകി കൃഷിവകുപ്പ് അധികൃതർ കബളിപ്പിച്ചതായി പരാതി. എടത്തിരുത്തിയിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ 2 ടൺ നെൽവിത്താണ് മുളയ്ക്കാതെ പോയത്. തൃശൂർ താന്യത്ത് നിന്ന് പോലീസ് ചമഞ്ഞെത്തിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയി. മണിക്കൂറുകൾക്കകം പ്രതികളെ പിടികൂടി യുവാവിനെ മോചിപ്പിച്ച് പോലീസ്. ഒരിടവേളയ്ക്ക് ശേഷം മലക്കപ്പാറയിൽ വീണ്ടും കൊമ്പൻ കബാലിയുടെ വിളയാട്ടം. ജനങ്ങളുടെ ഭീതി അകറ്റാൻ വനംവകുപ്പിന് നിർദ്ദേശം നൽകിയതായി ADM ടി മുരളി. മടക്കത്തറ, കട്ടിലപ്പൂവം, വാലിക്കുളത്ത് കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. നിയമന തട്ടിപ്പ് കേസിൽ കയ്പമംഗലത്ത് സ്കൂൾ മാനേജർ അറസ്റ്റ്. കുരിക്കുഴി AIM-UP സ്കൂൾ മാനേജർ കോതകുളം സ്വദേശി പ്രവീൺ വാഴൂരാണ് അറസ്റ്റിലായത്. കടപ്പുറം കറുകമാട് തെരുവുനായ ആക്രമണം. 3 ആടുകളെ തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നു. വടക്കാഞ്ചേരി അകമല വനമേഖലയിലെ തെരുവുനായ് പുനരധിവാസ കേന്ദ്രത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സീറോ മലബാർ സഭയിൽ കുർബാനയുമായി ബന്ധപ്പെട്ട് മേജർ ആർച്ച് ബിഷപ്പ് പുറത്തിറക്കിയ സർക്കുലറിനെ ചൊല്ലി പ്രതിഷേധം ശക്തമാകുന്നു. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കുമെന്ന സർക്കുലറിലെ തീരുമാനം സഭാ നിയമസംഹിതകൾക്കെതിരാണെന്ന് ചൂണ്ടിക്കാട്ടി തൃശൂർ, ഇരിങ്ങാലക്കുട രൂപതയിലെ ഒരു വിഭാഗം വൈദികർ പ്രതിഷേധക്കുറിപ്പിറക്കി. തൃശൂർ അതിരൂപതയിലെ ആരാധനാക്രമ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള 233 വൈദികരും ഇരിങ്ങാലക്കുട രൂപതയിലെ 89 വൈദികരും ഒപ്പിട്ട് മെമ്മോറാണ്ടം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, മാർ ബോസ്കോ പുത്തൂർ എന്നിവർക്ക് നൽകി. ജൂലൈ 3 മുതൽ സീറോ മലബാർ സഭയ്ക്ക് കീഴിലെ മുഴുവൻ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നും ഇത് പാലിക്കാത്ത വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കുമെന്നും ചൂണ്ടിക്കാട്ടി മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ജൂൺ 9-ാം തീയതി പുറത്തിറക്കിയ സർക്കുലറിനെ ചൊല്ലിയാണ് പ്രതിഷേധം കനക്കുന്നത്. സർക്കുലറിലെ തീരുമാനത്തോട് വിയോജിച്ച് എറണാകുളം അങ്കമാലി രൂപതയിൽ നിന്നുള്ള 5 മെത്രാൻമാരുടെ വിയോജനക്കുറിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് തൃശൂർ, ഇരിങ്ങാലക്കുട രൂപതയിലെ ഒരു വിഭാഗം വൈദികരും സർക്കുലറിനെ എതിർത്ത് രംഗത്തെത്തിയിട്ടുള്ളത്. വരന്തരപ്പള്ളി കരയാമ്പാടം പാടശേഖരത്തിലെ കർഷകർക്ക് മുളയ്ക്കാത്ത വിത്ത് നൽകി കൃഷി വകുപ്പ് അധികൃതർ കബളിപ്പിച്ചതായി പരാതി. എടത്തിരുത്തിയിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ 2 ടൺ നെൽവിത്താണ് മുളയ്ക്കാതെ പോയത്. പാടം കൃഷിയോഗ്യമാക്കി വിത്ത് വിതച്ച് ഒരാഴ്ച പിന്നിട്ടിട്ടും മുളയ്ക്കാതെയായതോടെയാണ് നിലവാരമില്ലാത്ത വിത്താണ് ലഭിച്ചതെന്ന് കർഷകർക്ക് മനസ്സിലായത്. സാമ്പിൾ നൽകിയ വിത്ത് മുളച്ചിരുന്നതിനാലാണ് കർഷകർ ഇത് തിരഞ്ഞെടുത്തത്. 100 ഏക്കറിലധികം വരുന്ന പാടശേഖരത്തിൽ 125ഓളം കർഷകരാണ് ഇത്തവണ കൃഷി ഇറക്കിയത്. ജ്യോതി ഇനത്തിൽപ്പെട്ട നെൽവിത്താണ് വിതച്ചത്. 8.5 ലക്ഷത്തിന്റെ നഷ്ടമാണ് കർഷകർക്ക് നേരിട്ടത്. ഏകദേശം ഒരു 69 ചാക്കോളം 30 കിലോന്റെ ബാഗ് ഞങ്ങൾ വരുത്തിയിരുന്നു. ആദ്യം ഞങ്ങൾ അതൊന്ന് കുറച്ചെടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ദൈവത്തിന് വലിയ കുഴപ്പം കണ്ടില്ല. അത്യാവശ്യം നല്ല മുളകുണ്ട്. ആ കണ്ട വെളിച്ചത്തിൽ നമ്മൾ കർഷകർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. പക്ഷെ കർഷകർക്ക് പിന്നെയുള്ള ചാക്കുകളൊക്കെ വളരെ മോശമായിരുന്നു. വിത്തെടുത്ത് ഒരു ദിവസം വെള്ളത്തിലിട്ട് വരുമ്പോൾ തന്നെ ചീഞ്ഞ മണക്കാണ് വന്നിരുന്നത്. അത് വിതച്ച് കഴിഞ്ഞിട്ട് 6 ദിവസം 7 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് ഇതിന്റെ റിസൾട്ട് അറിയണത്. റിസൾട്ട് അറിഞ്ഞപ്പോൾ അതിന്റെ അവസ്ഥ ഇതാണ്. ആ സമയത്ത് അവർ ഒന്ന് വിത്ത് തന്നാൽ മാറ്റി തരാന്ന്. ആ സമയത്ത് അവിടെ നിന്ന് വിത്ത് കൊടുക്കാൻ പറ്റണ അങ്ങനെയുള്ള ഒരു അവസ്ഥയായി പോയി. 30 കിലോഗ്രാമിന്റെ 69 ചാക്ക് വിത്താണ് ഇക്കുറി കൃഷി ഇറക്കിയത്. ഇതിൽ 20% താഴെയാണ് മുളച്ചത്. ഈ സീസണിൽ ഇനി കൃഷി ഇറക്കണമെങ്കിൽ ലക്ഷങ്ങൾ ചിലവ് വരുമെന്നാണ് കർഷകർ പറയുന്നത്. പാടശേഖരത്തിൽ ശരിക്കും പറഞ്ഞാൽ 128 കർഷകരാണ് ഉള്ളത്. ഭൂരിഭാഗം കർഷകരും ഈ കൃഷിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഇങ്ങനെ ഒരു അബദ്ധം ആരുടെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ ഉണ്ടായെന്നുണ്ടെങ്കിൽ അതിനി ആവർത്തിക്കാതിരിക്കാനും കർഷകർക്ക് സംഭവിച്ചിട്ടുള്ള നഷ്ടത്തിന് എന്തെങ്കിലും ഒരു മേൽനടപടികളുടെ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഇതിന് നഷ്ടം വന്ന കാശ് ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾക്ക് തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും ഇത് ദുരിതത്തിൽ ഞങ്ങൾ വീണ്ടും വീഴാൻ പോവാണ്. ഒരു കൊല്ലം ഞങ്ങൾക്ക് വിത്ത് പറിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഈ കൊല്ലം അങ്ങനെ പറിച്ചിരിക്കുന്നത്. ഇത് വിത്ത് വളരെ മോശം വിത്തായിരുന്നു. കൊണ്ടപ്പോൾ തന്നെ എടത്തിരുത്തി നിന്നാണ് കൊണ്ടത്. ഇതിന് ബീജാങ്കര ശേഷിയില്ലാത്ത വിത്താണ്. വരന്തരപ്പള്ളി കൃഷിഭവന്റെ നിർദ്ദേശപ്രകാരം വാങ്ങിയ വിത്താണ് കർഷകർക്ക് തിരിച്ചടിയായത്. അധികൃതരെ വിവരമറിയിച്ചപ്പോൾ ഒഴിഞ്ഞു മാറുകയായിരുന്നുവെന്ന് കർഷകർ പറഞ്ഞു. വിത്ത് മുളയ്ക്കാതെ പ്രതിസന്ധിയിലായ കർഷകരുടെ നഷ്ടം നികത്താൻ അധികൃതർ ഇടപെടണമെന്നാണ് ആവശ്യം. വർഷത്തിൽ 3 തവണ കൃഷിയിറക്കുന്ന ജില്ലയിലെ അപൂർവം പാടശേഖരങ്ങളിൽ ഒന്നാണ് കരയാമ്പാടം. മുൻവർഷങ്ങളിൽ വെള്ളക്കെട്ട് മൂലം കൃഷി നശിച്ച കർഷകർക്ക് ഇത്തവണയായിരുന്നു പ്രതീക്ഷ. പാട്ടത്തിനെടുത്തും വായ്പയെടുത്തും കൃഷിയിറക്കിയ കർഷകരെ കടക്കണിയിലേക്ക് തള്ളിവിടുന്ന സമീപനമാണ് അധികൃതർക്കുള്ളതെന്നാണ് ആരോപണം. TCV ന്യൂസ്, പുതുക്കാട്.
തൃശൂർ താന്യത്ത് നിന്ന് പോലീസ് ചമഞ്ഞ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ പ്രതികളെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടി. കൊടുങ്ങല്ലൂർ എറിയാട് സ്വദേശി ചെട്ടിയാറ ബിനിൽ, മൂത്തുകുന്നം വടക്കേക്കര വാലത്ത് ആന്റണി റോഹൻ, ആലപ്പുഴ സ്വദേശി നിധീഷ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. പെരിങ്ങോട്ടുകര സ്വദേശി വാഴൂർ വീട്ടിൽ കൃഷ്ണദേവനെ വ്യാഴാഴ്ച രാത്രി 10 മണിക്ക് വീട്ടിൽ നിന്നാണ് കാറിലെത്തിയ 3-അംഗ സംഘം തട്ടിക്കൊണ്ടുപോയത്. പോലീസുകാരാണെന്ന് പറഞ്ഞാണ് ബലമായി കാറിൽ കയറ്റിക്കൊണ്ടുപോയത്. തുടർന്ന് വീട്ടുകാർ അന്തിക്കാട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. അന്തിക്കാട് പോലീസ് അറിയിച്ചതിനെ തുടർന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം എറണാകുളം എളമക്കര പോലീസ് തടഞ്ഞ് പ്രതികളെ പിടികൂടുകയായിരുന്നു. പ്രതികളുടെ അറസ്റ്റ് അന്തിക്കാട് പോലീസ് രേഖപ്പെടുത്തി. വാഹനം വാടകയ്ക്കെടുത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. ഒരു ഇടവേളയ്ക്ക് ശേഷം മലക്കപ്പാറയിൽ വീണ്ടും കൊമ്പൻ കബാലിയുടെ വിളയാട്ടം. 2 ദിവസമായി പ്രദേശത്ത് തുടരുന്ന കൊമ്പൻ രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് തടഞ്ഞു. കഴിഞ്ഞ ദിവസം ഇതേ കൊമ്പൻ ഓടിച്ചതിനെ തുടർന്ന് അടിച്ചിൽ തൊട്ടി ഇടത്തിലെ മുതുവാൻ മുരുകസ്വാമിക്ക് വീണ് പരിക്കേറ്റിരുന്നു. മലക്കപ്പാറയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് നടന്നു വരുമ്പോഴാണ് മുരുകസ്വാമിക്കും കൂട്ടുകാരനായ സുബ്രനും നേരെ കബാലി ആക്രമിക്കാൻ പാഞ്ഞെടുത്തത്. ആനയിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടുന്നതിനിടെ പാറപ്പുറത്ത് നിന്ന് വീണാണ് മുരുകസ്വാമിക്ക് കാലിന് സാരമായി പരിക്കേറ്റത്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മുരുകസ്വാമിയെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് വീണ്ടും കബാലി ആംബുലൻസ് തടഞ്ഞത്. വീണ്ടും കബാലി റോഡിലിറങ്ങിയതോടെ യാത്രക്കാരും പ്രദേശവാസികളും പരിഭ്രാന്തിയിലാണ്. ജനങ്ങളുടെ ഭീതി അകറ്റാൻ വനം വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ADM ടി മുരളി അറിയിച്ചു. മടക്കത്തറ കട്ടിലപ്പൂവം വാരിക്കുളത്ത് കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങിയത്. നിരവധി വാഴകളും തെങ്ങുകളും കാട്ടാനകൾ കുത്തിമറിച്ചിട്ടു. കൊരണ്ടിപ്പുള്ളിയിൽ ഷാജിയുടെ പറമ്പിലെ 300ഓളം നേന്ത്രവാഴകൾ കാട്ടാനകൾ നശിപ്പിച്ചു. വീടുകളുടെ മുറ്റത്തുവരെ ആനകൾ എത്തിയിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. കുതിരാൻ പാത തുറന്നതോടെ നിരവധി ആനകളാണ് മച്ചാട് വനമേഖലയിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. വാഴാനി ഡാം പരിസരത്ത് ഉൾപ്പെടെ തെക്കങ്കര പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. നിയമന തട്ടിപ്പ് കേസിൽ കയ്പമംഗലത്ത് സ്കൂൾ മാനേജർ അറസ്റ്റിൽ. കോഴിക്കുഴി AMUP സ്കൂൾ മാനേജർ വലപ്പാട് കോതകുളം സ്വദേശി പ്രവീൺ വാഴൂരിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്കൂളിലെ അധ്യാപകരായ 7 പേർ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. 25 ലക്ഷം രൂപ മുതൽ അധ്യാപകരിൽ നിന്നും ഇയാൾ വാങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവരെ നിയമിക്കുകയോ നിയമനം നടത്തിയവർക്ക് ശമ്പളമോ ലഭിക്കാതായതോടെയാണ് അധ്യാപകർ പരാതി നൽകിയത്. 2012 മുതൽ ഇയാൾ പലരിൽ നിന്നായി പണം കൈപ്പറ്റിയിട്ടുണ്ട്. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ, SI-മാരായ N പ്രദീപ്, സജിപാൽ, സിയാദ്, ഷെരീഫ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കടപ്പുറം കറുകമാട് തെരുവുനായുടെ ആക്രമണത്തിൽ 3 ആടുകൾ ചത്തു. കടപ്പുറം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റംല അഷ്റഫിന്റെ വീട്ടിലെ ആടുകളെയാണ് കൂടുപൊളിച്ച് നായക്കൂട്ടം കടിച്ചു കൊന്നത്. പുലർച്ചെ ബഹളം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയെങ്കിലും നായ്ക്കളുടെ കൂട്ടത്തിലേക്ക് അടുക്കാനായില്ല. പിന്നീട് നായ്ക്കളെ ഓടിക്കുകയായിരുന്നു. ഒരു ആട്ടിൻകുട്ടിയെ കാണാതായി. കറുകമാടും കടപ്പുറം പഞ്ചായത്തിലെ പലയിടങ്ങളിലും തെരുവുനായ്ക്കളുടെ ശല്യം വർദ്ധിച്ചിരിക്കുകയാണ്. വടക്കാഞ്ചേരി അകമല വനമേഖലയിലെ തെരുവുനായ് പുനരധിവാസ കേന്ദ്രത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. അനുമതി നൽകിയിട്ടില്ലെന്ന് വടക്കാഞ്ചേരി നഗരസഭ. വടക്കാഞ്ചേരി നഗരസഭയിലെ അകമലയിൽ പരിസ്ഥിതി മേഖലയിൽ ഉൾപ്പെട്ട പട്ടാണിക്കാട് വനത്തിനുള്ളിലാണ് 200ഓളം നായ്ക്കളെ സംരക്ഷിക്കുന്ന കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത്. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് പുനരധിവാസ കേന്ദ്രമെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് ജനവാസ മേഖലയല്ലെന്നാണ് നടത്തിപ്പുകാർ പറയുന്നത്. അതേസമയം സംരക്ഷണ കേന്ദ്രത്തിന്റെ അപേക്ഷ അനുമതിക്കായി നഗരസഭയ്ക്ക് ലഭിച്ചിരുന്നുവെങ്കിലും തീരുമാനമെടുത്തിട്ടില്ലെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം 200ഓളം തെരുവു നായ്ക്കളെ കേന്ദ്രത്തിൽ എത്തിച്ചത് ജനകീയ പ്രതിഷേധം ഉയർത്തി. മനേകാ ഗാന്ധി MP-യുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കേന്ദ്രം ആരംഭിച്ചതെന്ന വാദം ഉയരുന്നുണ്ടെങ്കിലും ഇതേക്കുറിച്ച് അറിയില്ലെന്നാണ് നഗരസഭ വ്യക്തമാക്കുന്നത്. സംഭവം വിവാദമായതോടെ നായ വളർത്തുകാരനെ നഗരസഭയിലേക്ക് വിളിച്ചു വരുത്തി ചെയർമാൻ വിശദീകരണം തേടി. നായ്ക്കളെ അടിയന്തരമായി നീക്കം ചെയ്ത് റിപ്പോർട്ട് നൽകണമെന്ന് ചെയർമാൻ ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സ്ഥലത്തേക്ക് വഴിവെട്ടാനായി എത്തിയ JCB-യും ടിപ്പർ ലോറിയും വനംവകുപ്പ് പിടിച്ചെടുത്തിരുന്നു. നിർദ്ദിഷ്ട സ്ഥലം വനത്തിലാണോ എന്നതിന് രേഖകൾ സമർപ്പിക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെരുവുനായ്ക്കളെ വിഹാരം വന്യജീവികളുടെ സ്വതന്ത്രമായ ആവാസ മേഖല തകർക്കുമെന്ന് നാട്ടുകാർ വനംവകുപ്പിന് പരാതി നൽകിയിട്ടുണ്ട്. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജൂലൈ 1 മുതൽ VIP ദർശനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിച്ചു. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് നിയന്ത്രണം. ഭക്തജനത്തിരക്ക് കൂടിയ സാഹചര്യത്തിൽ ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും സുഖദർശനം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. ചോറൂൺ വഴിപാട് കഴിഞ്ഞ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ ദർശനവും ശ്രീകോവിൽ നെയ്വിളക്ക് വഴിപാടുകാർക്കുമുള്ള ദർശനത്തിനും നിയന്ത്രണം ബാധകമല്ല. പൊതു അവധി ദിനങ്ങളായ ജൂലൈ 13 മുതൽ 16 വരെയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഭക്തർക്ക് ദർശന സൗകര്യം ഒരുക്കുന്നതിന് ക്ഷേത്രം ഉച്ചതിരിഞ്ഞ് 3:30 തുറക്കുവാനും
ഭരണസമിതി തീരുമാനിച്ചു. യോഗത്തിൽ ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ അധ്യക്ഷനായി. ഭരണസമിതി അംഗങ്ങളായ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, വി.ജി. രവീന്ദ്രൻ, കെ.പി. വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ കെ.പി. വിനയൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ചലച്ചിത്ര സംവിധായകൻ യു വേണുഗോപൻ അന്തരിച്ചു. ചേർത്തല കടക്കരപ്പള്ളിയിലെ വീട്ടിലായിരുന്നു അന്ത്യം. കുസൃതി കുറുപ്പ്, ഷാർജ ടു ഷാർജ, ചൂണ്ട, സ്വർണം തുടങ്ങിയ സിനിമകളുടെ സംവിധായകനായിരുന്നു. 10 വർഷം സംവിധായകൻ പത്മരാജന്റെ സഹസംവിധായകനായിരുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വടക്കേ സ്റ്റാൻഡിന് സമീപത്തുള്ള ഇന്ദിരാഭവനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് AG's ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ സമരം ജില്ലയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാഹനാബ് പെരുവല്ലൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി സാരംഗ് തിരുവല്ലാമല, KSU സംസ്ഥാന കമ്മിറ്റി അംഗം CV വിമൽ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിലെ എറിയാട് പഞ്ചായത്തിൽ നിർദ്ദിഷ്ട തീരദേശ പാതയ്ക്കായി അതിർത്തി കല്ലുകൾ സ്ഥാപിച്ച സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്ന സർക്കാർ പുറമ്പോക്ക് ഭൂമി കണ്ടെത്തുന്നതിനായി റവന്യൂ വിഭാഗം സർവേ ആരംഭിച്ചു. പോലീസ് സംരക്ഷണത്തിലാണ് കഴിഞ്ഞ ദിവസം മുതൽ സർവേ നടന്നുവരുന്നത്. തീരദേശ ഹൈവേയുടെ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും സമരങ്ങളും നടന്നുവരുന്ന എറിയാട് പഞ്ചായത്തിലെ അഴീക്കോട് മുതൽ കാര പുതിയ റോഡ് വരെയുള്ള 4.5 കിലോമീറ്റർ ദൂരമാണ് സർക്കാർ ഭൂമി കണ്ടെത്താനുള്ള സർവേ ആരംഭിച്ചിട്ടുള്ളത്. നിലവിലുള്ള വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിന്റെ ഇരുവശങ്ങളിലുള്ളതും തീരദേശ പാതയ്ക്കായി അളന്ന് അതിർത്തിക്കല്ലുകൾ സ്ഥാപിച്ചതുമായ സ്ഥലങ്ങളിലാണ് സർവേ നടക്കുന്നത്. സർവേ പ്രകാരം നിർദ്ദിഷ്ട തീരദേശ പാതയ്ക്കായി സ്വകാര്യ ഭൂമി വലിയ തോതിൽ ഏറ്റെടുക്കേണ്ടി വരില്ലെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. പല ഭാഗങ്ങളിലും പാതയ്ക്കാവശ്യമായ ഭൂമി പുറമ്പോക്കിലുണ്ടെന്നാണ് സൂചന. അതേസമയം എറിയാട് പഞ്ചായത്തിലെ നിർദ്ദിഷ്ട തീരദേശ പാതയുടെ അശാസ്ത്രീയമായ അലൈൻമെന്റ് പുനഃക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതി നടത്തിവരുന്ന അനിശ്ചിതകാല സായാഹ്ന ധർണ 65 ദിവസം പിന്നിട്ടു. നിരവധി കെട്ടിടങ്ങളും സ്കൂളുകളും ആരാധനാലയങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളും റോഡിനു വേണ്ടി പൊളിച്ചു നീക്കേണ്ടി വരും. പഞ്ചായത്തിലെ 4.5 കിലോമീറ്റർ ഒഴികെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം കടലോരത്തോട് ചേർന്നാണ് അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെയും തീരദേശപാത കടലോരത്തോടു കൂടി തന്നെ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരസമിതി സമരം നടത്തുന്നത്. TCV കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ റോഡ് നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് BJP കൗൺസിലർമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് തടസ്സപ്പെട്ടു. നഗരസഭയിലെ 3 വാർഡുകളിലെ റോഡ് നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ ഹിയറിംഗാണ് തടസ്സപ്പെട്ടത്. BJP കൗൺസിലറും നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ON ജയദേവനെ ഒഴിവാക്കി നഗരസഭാ ചെയർപേഴ്സൺ ഹിയറിംഗ് നടത്തിയെന്നാരോപിച്ചാണ് പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധവുമായി എത്തിയത്. എന്നാൽ BJPയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഭരണപക്ഷം ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നഗരസഭാ സെക്രട്ടറി എഞ്ചിനീയറുമാണ് ചെയർപേഴ്സന്റെ ചേംബറിൽ കരാറുകാരുടെ ഹിയറിംഗ് നടത്തിയതെന്നും വസ്തുതകൾ മനസ്സിലാക്കാതെ രാഷ്ട്രീയ ലാഭം നോക്കിയാണ് BJP പ്രതിഷേധവുമായി രംഗത്ത് വന്നതെന്നും നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, വൈസ് ചെയർമാൻ BS ദിനൽ എന്നിവർ പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂരിലെ പരാജയം യോഗം ചർച്ച ചെയ്തു. CPMന്റെ നേതൃത്വത്തിൽ ജൂലൈ 2 മുതൽ ബഹുജന കൂട്ടായ്മ എല്ലാ മേഖലകളിലും സംഘടിപ്പിക്കുവാനും ബൂത്ത് തലത്തിൽ ജനങ്ങളോട് നേരിട്ട് സംവദിക്കുവാനും യോഗം തീരുമാനിച്ചു. CPM ജില്ലാ കമ്മിറ്റി യോഗം ശനി, ഞായർ ദിവസങ്ങളിൽ ചേരും. ട്രോളിംഗ് നിരോധന നിയമങ്ങൾ ലംഘിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വള്ളം ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ഹാർബറിലെ വിവിധ ട്രേഡ് യൂണിയൻ തൊഴിലാളികളും നൽകിയ പരാതിയിൽ അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഹാർബറിലും അഴിമുഖത്തും നടത്തിയ പരിശോധനയിലാണ് കന്യാകുമാരി സ്വദേശി സഹായ ലിബിൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ലിറ ജോ ഫൈബർ വഞ്ചി പിടിച്ചെടുത്തത്. മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ VM ഷൈബു, ER കുമാർ, VN പ്രശാന്ത് കുമാർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. പിടിച്ചെടുത്ത ഫൈബർ വഞ്ചിയിലെ മത്സ്യം ലേലം ചെയ്ത് ലഭിച്ച 9,700 രൂപ ട്രഷറിയിൽ അടച്ചു. കരുവന്നൂരിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് 3 വാഹനങ്ങളിലിടിച്ച് അപകടം. ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നും വന്ന അൽ അസ എന്ന സ്വകാര്യ ബസ്
കരുവന്നൂർ ചെറിയ പാലത്തിൽ വെച്ച് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിലും സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറിലും തട്ടിയതിനു ശേഷം എതിരെ വന്നിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ബൈക്ക് യാത്രക്കാരനായ കരുവന്നൂർ തേലപ്പള്ളി സ്വദേശി കൂടാരത്തിൽ ഷൈജുവിന് പരിക്കേറ്റു. ഇയാളെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വർണ്ണചിത്ര ശില്പചാരുതകൾ കൊണ്ട് തൃശൂർ ഗവൺമെന്റ് ഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയിരിക്കുന്ന ഡിഗ്രി ഷോ എക്സിബിഷൻ ശ്രദ്ധേയമാകുന്നു. നിരവധി പേരാണ് എക്സിബിഷൻ കാണാൻ ദിവസവും കോളേജിലേക്ക് എത്തുന്നത്. തൃശൂർ ചെമ്പൂക്കാവ് ഫൈൻ ആർട്സ് കോളേജിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളുടെ ഡിഗ്രി ഷോയാണ് കാണികളുടെ മനം നിറയ്ക്കുന്ന വർണ്ണക്കാഴ്ചകൾ സമ്മാനിക്കുന്നത്. വിദ്യാർത്ഥികൾ തങ്ങളുടെ കലാലയത്തിലെ 4 വർഷത്തെ പഠന മികവും അവരുടെ വളർച്ചയും നേട്ടങ്ങളും അതുല്യമായ ബന്ധവും പ്രകടിപ്പിക്കുന്നതാണ് ഓരോ കലാസൃഷ്ടികളും. അപ്ലൈഡ് ആർട്സ്, പെയിന്റിംഗ്, സ്കൾപ്ചർ, ആർട്ട് ഹിസ്റ്ററി എന്നീ 4 വകുപ്പുകളിൽ നിന്നുള്ള 33ഓളം വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകളാണ് ഡിഗ്രി ഷോയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കോളേജ് അങ്കണത്തിലെ 11 ഗ്യാലറികളിലായാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. മ്യൂറൽ, അക്രിലിക്, ഓയിൽ, ക്യാൻവാസ്, മൂവിംഗ് ടൈപ്പ് ഉൾപ്പെടെ 7 സീരീസ് ഓഫ് കളേഴ്സിലുള്ള വിവിധതരം പെയിന്റിങ്ങുകൾ, പോർട്രേറ്റ് ഫോട്ടോഗ്രാഫികൾ, ശില്പ വിദ്യാർത്ഥികളുടെ കരവിരുതിൽ മെനഞ്ഞെടുത്ത 45ലധികം ശില്പങ്ങൾ, 21 അപ്ലൈഡ് ആർട്ട് വർക്കുകൾ, വിവിധ തരത്തിലുള്ള നിരവധി ഇൻസ്റ്റലേഷൻ വർക്കുകൾ, ലൈവ് സ്റ്റഡീസ് മോഡലുകൾ, പെർഫോമൻസ് ആർട്സ് നടത്തിയതിൻ്റെ വിഷ്വൽ ഡിസ്പ്ലേ എന്നിവയെല്ലാം പ്രദർശനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികളുടെ കലാസൃഷ്ടികൾ കണ്ടാസ്വദിക്കാവുന്നതാണ്. ദിവസവും രാവിലെ 9 മുതൽ രാത്രി 7 വരെയാണ് പ്രദർശന സമയം. 7 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനം ഈ മാസം 24-ന് സമാപിക്കും. TCV ന്യൂസ്, തൃശൂർ. വടക്കുന്നാഥ ക്ഷേത്രം കിഴക്കേ ഗോപുരത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ തുടങ്ങി. പുരാവസ്തു വകുപ്പിന്റെ നിർദ്ദേശങ്ങളനുസരിച്ച് നിലവിലുള്ള മാതൃകയിൽ തന്നെയാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. സിമന്റ് ഉപയോഗിച്ചുള്ള നിർമ്മാണം ഉണ്ടാകില്ല. കേടില്ലാത്ത മരങ്ങൾ അതേപടി നിലനിർത്തി തേക്ക് മരം ഉപയോഗിച്ചാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുക. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പ്രത്യേക ചടങ്ങുകൾ നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശനൻ, അംഗങ്ങളായ MP മുരളീധരൻ ചൂണ്ടലാത്ത്, ദേവസ്വം കമ്മീഷണർ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ജില്ലാ ജയിൽ സൂപ്രണ്ടിനെ വിയൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടായി ഉയർത്തി ഉത്തരവായി. വിയൂരിലെ ജില്ലാ ജയിലിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കെയാണ് ഏറ്റവും സീനിയറായ ഇദ്ദേഹത്തിനെ സ്ഥലം മാറ്റി പ്രൊമോഷൻ തസ്തികയിൽ വിയൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടായി നിയമിച്ചത്. ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ദീപ ശിവദാസനാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിട്ടത്. കുന്നംകുളം CCTVയുടെ 18ാമത് വിദ്യാഭ്യാസ പുരസ്കാര സ്കോളർഷിപ്പ് വിതരണ ചടങ്ങ് ശനിയാഴ്ച കുന്നംകുളം ബഥനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30-ന് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കും. 1 മണിക്ക് ബഥനി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഇന്റർനാഷണൽ ട്രെയിനറും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂരിന്റെ മോട്ടിവേഷൻ ക്ലാസോടുകൂടി ചടങ്ങ് ആരംഭിക്കും. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ പുരസ്കാരവും ക്യാഷ് അവാർഡ് നൽകി ആദരിക്കും. മികച്ച പഠന നിലവാരം പുലർത്തിയ നിർധന കുടുംബത്തിലെ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പും എൻഡോമെന്റും ചടങ്ങിൽ വിതരണം ചെയ്യും. കുന്നംകുളം MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ CCTV നെറ്റ്വർക്ക് പരിധിയിൽ വ്യത്യസ്ത മേഖലകളിൽ മികവ് പുലർത്തിയ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, റഫീഖ് അഹമ്മദ്, നിത്യമാമൻ, B വേണുഗോപാൽ, അജയൻ ചാലിശ്ശേരി, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ട്, +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്ക് നേടിയ കെൻസറിസ് ജോണി എന്നിവരെ ആദരിക്കും. മുരളി പെരുന്നെല്ലി MLA, NK അക്ബർ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, മാധ്യമപ്രവർത്തകൻ R ശ്രീകണ്ഠൻ നായർ തുടങ്ങിയവർ അനുമോദന ചടങ്ങിൽ പങ്കെടുക്കും. CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, ഡയറക്ടർമാരായ KC ജോസ്, KM എഡ്വിൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചെറുപ്രായത്തിൽ തന്നെ യോഗ ജീവിതചര്യയാക്കിയ വിദ്യാർത്ഥിയാണ് CV അർജുൻ. വടക്കഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ അർജുൻ ദേശീയ അന്തർദേശീയ യോഗ മത്സരങ്ങളിൽ കൈവരിച്ച നേട്ടങ്ങൾ നിരവധിയാണ്. വടക്കാഞ്ചേരി കുമ്പളയങ്ങാട് തെക്കേക്കര ചാഴിക്കുളം വീട്ടിൽ വിജയന്റെയും സുനിതയുടെയും മകനാണ് അർജുൻ. 7 വയസ്സ് മുതലാണ് അർജുൻ യോഗ അഭ്യസിച്ചു തുടങ്ങിയത്. കളരി ആശാനായ പിതാവിന്റെ കീഴിൽ കളരി അഭ്യസിച്ചിരുന്ന അർജുൻ കുണ്ടന്നൂർ മദർ ഓഫ് ഡിവൈൻ ലവ് സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് യോഗയിലേക്ക് തിരിഞ്ഞത്. സ്കൂൾ അധ്യാപിക ഷീബ ബെന്നിയാണ് യോഗയിലെ ബാലപാഠങ്ങൾ അഭ്യസിപ്പിച്ചത്. സ്പോർട്സ് യോഗയാണ് ഇപ്പോൾ പരിശീലിക്കുന്നത്. അയ്യന്തോൾ സ്കൂൾ ഓഫ് യോഗയിലെ അധ്യാപകനായ ബെന്നി കൊള്ളന്നൂരാണ് നിലവിലെ പരിശീലകൻ.
നമ്മളിപ്പോൾ ചെയ്യുന്നത് സ്പോർട്സ് യോഗയാണ്. യോഗ പലതരത്തിലുണ്ട്. യോഗ മെഡിറ്റേഷൻ രീതിയിലുള്ള യോഗയുണ്ട്. അത് നമ്മുടെ ഹെൽത്തിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഞാൻ ചെയ്യുന്നത് സ്പോർട്സ് യോഗയാണ്. കോമ്പറ്റീഷനും അങ്ങനത്തെ കാര്യങ്ങൾക്കായിട്ട് കുറച്ച് അഡ്വാൻസ്ഡ് യോഗയാണ്. യോഗ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. കാരണം യോഗ നമ്മുടെ ഹെൽത്തിനും കാര്യങ്ങൾക്കും എല്ലാം നല്ലതാണ്. അതുപോലെ തന്നെ യോഗയോടുള്ള ഒരു ഇഷ്ടം എല്ലാം കൂടി തുടർന്നു കൊണ്ടുപോകാനാണ് താല്പര്യം. 8 വയസ്സ് മുതൽ മത്സരങ്ങളിൽ പങ്കെടുത്തു തുടങ്ങിയ അർജുൻ 2018 ദേശീയ തലത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ഈ വർഷം ശ്രീലങ്കയിൽ നടന്ന ഇന്റർനാഷണൽ മത്സരത്തിൽ വെള്ളി മെഡൽ ലഭിച്ചതും വലിയ നേട്ടമായി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുമ്പോൾ 2019 മുതൽ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കുവാൻ ആരംഭിച്ചു. 3 വർഷം സംസ്ഥാന തലത്തിൽ തുടർച്ചയായി സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട്. SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ അർജുൻ പഠനത്തിലും മിടുക്കനാണെന്ന് തെളിയിച്ചു. ടെലിവിഷൻ പ്രോഗ്രാമുകളിലൂടെ ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുള്ള അർജുൻ നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. വരാൻ പോകുന്ന യോഗ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മത്സരങ്ങളിൽ പങ്കെടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ അർജുൻ. TCV എരുമപ്പെട്ടി. കുതിരപ്പുറത്ത് യോഗാഭ്യാസം നടത്തിയ NCC കേഡറ്റുകൾ. തൃശൂർ തെക്കേ ഗോപുരനടയിലാണ് NCC കേഡറ്റുകളുടെ നേതൃത്വത്തിൽ യോഗാഭ്യാസം നടന്നത്. 600ഓളം NCC കേഡറ്റുകൾ യോഗ പരിശീലനത്തിൽ പങ്കെടുത്തു. എറണാകുളം ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടേഴ്സിന് കീഴിലുള്ള 7 കേരള ഗേൾസ് ബറ്റാലിയൻ NCCയാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. ഫസ്റ്റ് കേരള റീമൗണ്ട് ആൻഡ് വെറ്ററിനറി സ്ക്വാഡ്രൻ NCCയിലെ കേഡറ്റുകളുടെ അശ്വരട യോഗാഭ്യാസവും നടത്തി. എറണാകുളം ഗ്രൂപ്പ് കമാൻഡർ സൈമൺ മത്തായി, കമാൻഡിംഗ് ഓഫീസർ കേണൽ തോമസ്, ലഫ്റ്റനന്റ് കേണൽ ബിജോയ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം നടന്നത്. സംസ്ഥാന സർക്കാർ ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. ഭാരതീയ ചികിത്സാ വകുപ്പ് DMO ഡോക്ടർ EA സോണിയ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, തൃശൂർ യോഗ അസോസിയേഷൻ സെക്രട്ടറി MV പ്രശാന്ത്, യോഗ ആൻഡ് നാച്ചുറോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MK റനി, ഡോക്ടർ ടിനു, പ്രോജക്ട് കോർഡിനേറ്റർ ഡോക്ടർ MS രോഹിത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ദേശീയതലത്തിൽ യോഗ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനം, പ്രോട്ടോകോൾ യോഗ, യോഗ ഡാൻസ്, സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവയും നടന്നു. കൈവിരലുകൾ തല സാവധാനം മുകളിലേക്ക് ഉയർത്തുക. റോഡ് തകരാതിരിക്കാൻ കുന്നിന് മുകളിൽ നിന്ന് കുത്തിയൊലിച്ചെത്തുന്ന മഴവെള്ളം സ്വന്തം ഭൂമിയിലൂടെ ഒഴുക്കിവിട്ട വിധവയായ വയോധികയ്ക്ക് നേരെ ഭീഷണി. പുത്തൂർ മരോട്ടിച്ചാൽ ചീനവളവ് റോഡിന് സമീപം താമസിക്കുന്ന ചിറപ്പാട്ട് ഏലിക്കുട്ടിക്കാണ് ഈ ദുരവസ്ഥ. ഏലിക്കുട്ടിയുടെ വീട്ടിലേക്കും സമീപത്തെ പറമ്പുകളിലേക്കുമാണ് ഈ റോഡ് ഉപയോഗിക്കുന്നത്. ഓരോ മഴക്കാലത്തും വെള്ളം കുത്തിയൊലിച്ചെത്തി റോഡ് തകരുന്നത് പതിവായിരുന്നു. ആയിരക്കണക്കിന് രൂപ ചെലവഴിച്ച് കല്ലും മണ്ണും ഇട്ട് നികത്തിയാണ് ഇവർ വർഷം തോറും റോഡ് സഞ്ചാരയോഗ്യമാക്കാറുള്ളത്. ഇത്തവണത്തെ ശക്തമായ മഴയിൽ റോഡ് തകർന്നതോടെ ആശുപത്രി ആവശ്യത്തിന് പോലും ഇവരുടെ വീട്ടിലേക്ക് വാഹനമെത്തിക്കാൻ കഴിയാത്ത അവസ്ഥയായി. ഇതിനൊരു പരിഹാരം കാണാൻ അധികൃതരെ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. 2 ആഴ്ച മുൻപാണ് റോഡിനോട് ചേർന്ന് ചെറിയ ചാൽ കീറി വെള്ളം ഇവരുടെ പറമ്പിലേക്ക് ഗതിമാറ്റി ഒഴുക്കിവിട്ടത്. റോഡും വീടും സംരക്ഷിക്കുകയെന്ന ലക്ഷ്യത്തോടെ ചെയ്ത പ്രവൃത്തികൾക്കെതിരെ ചിലർ ഭീഷണി മുഴക്കുകയാണ്. ഈ വഴി പോണ കാരണം കൊണ്ട് ഈ പെരയുടെ എൻ്റെ പറമ്പിലേക്ക് വെള്ളം പൊട്ടിച്ച് വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പിന്നെ വന്ന് ലേള ഉണ്ടാക്കി പണിക്കാരനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ വഴി കളയാൻ, ഈ വഴിക്കൂടി തന്നെ വിടാൻ പറഞ്ഞു, നിങ്ങളുടെ പറമ്പിലേക്ക് വിടരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റോഡ് കളയണം, മണ്ണെടുത്ത് കളയണമെന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടെ കാന കയറി 2 പണിക്കാരെ കൂട്ടി വെള്ളം ഞാൻ എൻ്റെ പറമ്പിൽ കൂടി വിട്ടേക്കുവാണ്, പെരയുടെ മുകളിൽ കൂടി റബ്ബറിൻ്റെ അകത്ത് വിട്ടേക്കുവാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന പണിയാണ് ഞങ്ങൾ ചെയ്തു വെച്ചേക്കണത്. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇവർ ഇത് എടുത്ത് കളയണമെന്നും പറഞ്ഞുള്ള ലേഖലയാണ്. അത് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പെര പോകും. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ജയിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അസുഖബാധിതയായ ഏലിക്കുട്ടിയും മകനും 2 കുട്ടികളുമാണ് വീട്ടിലുള്ളത്. 2018 ചീനിവളവ് കുന്നിൽ നിന്ന് ഒഴുകി വന്ന ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ ഇവരുടെ വീടിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. 2019 സ്വന്തം ചിലവിൽ ആരും ഉപയോഗിക്കാത്ത റോഡിന്റെ വശത്തിലൂടെ ഒരു ചാല് തുറന്ന് വെള്ളം സ്വന്തം ഭൂമിയിലൂടെ ഒഴുക്കിവിട്ടിരുന്നു. എന്നാൽ പരിസരവാസി മറ്റാളുകളെ സംഘടിപ്പിച്ച് ചാൽ മൂടുകയായിരുന്നു. തുടർന്ന് വന്ന ഓരോ മഴക്കാലത്തും ഇവരുടെ വീട്ടിലേക്കുള്ള റോഡിനും വീടിനും ബുദ്ധിമുട്ടുകൾ നേരിട്ടു. ഇതോടെയാണ് വീണ്ടും ചാൽ കീറി വെള്ളം ഗതി മാറ്റിവിട്ടത്.
പ്രശ്നം സ്ഥലം MLAയും മന്ത്രിയുമായ കെ രാജന്റെയും വാർഡ് മെമ്പറുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. TCV ന്യൂസ്, പുതുക്കാട്. സംസ്ഥാനത്ത് ടെക്സ്റ്റൈൽസ് രംഗത്തെ തൊഴിലാളികൾ കനത്ത വെല്ലുവിളി നേരിടുന്നുണ്ടെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തൊഴിലാളി വിരുദ്ധ നടപടികളുമായാണ് മുന്നോട്ടു പോകുന്നതെന്നും INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ കേരള സംസ്ഥാന ടെക്സ്റ്റൈൽസ് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിൽ നടന്ന യോഗത്തിൽ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് VV ശശി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറിമാരായ K. ഉദയകുമാർ, V. വത്സരാജ്, INTUC തൃശൂർ ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ബിലാലിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ SDPI പ്രവർത്തകന് 9 വർഷം കഠിന തടവും 15,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ചാവക്കാട് എടക്കടിയൂർ 4-കല്ല് കിഴക്കത്തറ ഷാഫിയെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി വിവിധ വകുപ്പുകളിലായി 9 കൊല്ലം കഠിന തടവിനും 15,000 രൂപ പിഴയടയ്ക്കുവാനും ശിക്ഷ വിധിച്ചത്. കേസിലെ 1ഉം 3ഉം പ്രതികളെ നേരത്തെ ശിക്ഷിച്ചിരുന്നു. കേസിലെ 2ാം പ്രതിയാണ് ഷാഫി. 2018 ഏപ്രിൽ 26-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KR രജിത് കുമാർ കോടതിയിൽ ഹാജരായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ക്ലോക്ക് റൂം നടത്തിപ്പിന് റെക്കോർഡ് ലേലത്തുക. മാള സ്വദേശി അഭിലാഷാണ് 1,50,55,555 രൂപയ്ക്ക് ക്ലോക്ക് റൂം നടത്തിപ്പിന് ലേലത്തിൽ പിടിച്ചത്. ഇതിനു പുറമെ ഈ തുകയുടെ 18% GST കൂടി അടയ്ക്കണം. ഇത് ഏകദേശം 28 ലക്ഷം രൂപയോളം വരും. 3 വർഷത്തേക്കാണ് ടെൻഡർ ചെയ്തിട്ടുള്ളത്. അടുത്ത ഓരോ വർഷം ഈ തുകയുടെ 5% വീതം തുക കൂടുതൽ നൽകണം. ഒരു ജോഡി ചെരുപ്പിന് 2 രൂപയും സ്മാർട്ട് ഫോണിന് 10 രൂപയും സാധാരണ ഫോണിന് 5 രൂപയും ബാഗിന് 10 രൂപയും ലേഡീസ് ഹാൻഡ് ബാഗിന് 5 രൂപയുമാണ് ദേവസ്വം നിരക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ഗുരുവായൂരിൽ വീട്ടുമുറ്റത്തെ കിണറിൽ നിന്ന് ശബ്ദമുയരുന്നത് ആശങ്കയ്ക്കിടയാക്കി. ഇരിങ്ങപ്പുറം കാരയിൽ രാജന്റെ ഉടമസ്ഥയിലുള്ള കിണറിൽ നിന്നാണ് വലിയ ശബ്ദവും ഇതോടൊപ്പം വലിയ തോതിൽ വെള്ളം പൊങ്ങുകയും കിണറിലെ വശം ഇടിഞ്ഞു താഴുകയും ചെയ്തത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അനുഭവപ്പെട്ട ഭൂമികുലുക്കത്തിന് ശേഷമാണ് ഇത്തരം പ്രതിഭാസം അനുഭവപ്പെട്ടതെന്ന് രാജൻ പറഞ്ഞു. 22 വർഷം പഴക്കമുള്ള കിണറിൽ ഇതുവരെ അസ്വാഭാവികമായി ഒന്നും കണ്ടിരുന്നില്ല. വെള്ളത്തോടൊപ്പം ചെളിയും പൊങ്ങിവന്നതിനാൽ വെള്ളം കുടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കുന്നംകുളത്ത് നടക്കുന്ന സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിൽ 127 പോയിന്റ് നേടി കോട്ടയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജ് 1ാം സ്ഥാനത്ത് തുടരുന്നു. 105 പോയിന്റ് നേടി തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് 2ാം സ്ഥാനത്തും 97 പോയിന്റ് നേടി പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് 3ാം സ്ഥാനത്തും തുടരുന്നു. കലോത്സവം ശനിയാഴ്ച സമാപിക്കും. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6,700 രൂപ, പവന് 53,600 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,564 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. സീറോ മലബാർ സഭയിൽ കുർബാനയുമായി ബന്ധപ്പെട്ട് മേജർ ആർച്ച് ബിഷപ്പ് പുറത്തിറക്കിയ സർക്കുലറിനെ ചൊല്ലി പ്രതിഷേധം ശക്തമാകുന്നു. സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ, ഇരിങ്ങാലക്കുട രൂപതകളിലെ വൈദികർ രംഗത്ത്. വരന്തരപ്പള്ളി കരയാമ്പാടം പാടശേഖരത്തിലെ കർഷകർക്ക് മുളയ്ക്കാത്ത വിത്ത് നൽകി കൃഷിവകുപ്പ് അധികൃതർ കബളിപ്പിച്ചതായി പരാതി. എടത്തിരുത്തിയിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ 2 ടൺ നെൽവിത്താണ് മുളയ്ക്കാതെ പോയത്. തൃശൂർ താന്യത്ത് നിന്ന് പോലീസ് ചമഞ്ഞെത്തിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയി. മണിക്കൂറുകൾക്കകം പ്രതികളെ പിടികൂടി യുവാവിനെ മോചിപ്പിച്ച് പോലീസ്. ഒരിടവേളയ്ക്ക് ശേഷം മലക്കപ്പാറയിൽ വീണ്ടും കൊമ്പൻ കബാലിയുടെ വിളയാട്ടം. ജനങ്ങളുടെ ഭീതി അകറ്റാൻ വനംവകുപ്പിന് നിർദ്ദേശം നൽകിയതായി ADM T. മുരളി. മടക്കത്തറ കട്ടിലപ്പൂവം വാരിക്കുളത്ത് കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. നിയമന തട്ടിപ്പ് കേസിൽ കൈപ്പമംഗലത്ത് സ്കൂൾ മാനേജർ അറസ്റ്റിൽ. കുരിക്കുടി AMUP സ്കൂൾ മാനേജർ കോതകുളം സ്വദേശി പ്രവീൺ വാടൂരാണ് അറസ്റ്റിലായത്. കടപ്പുറം കറുകമാട് തെരുവുനായ ആക്രമണം. 3 ആടുകളെ തെരുവുനായക്കൾ കടിച്ചുകൊന്നു. വടക്കാഞ്ചേരി അകമല വനമേഖലയിലെ തെരുവുനായ പുനരധിവാസ കേന്ദ്രത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.